Hi guys, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 9R 5G ബ്ലാക്ക് കളർ വേരിയൻ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് നമ്മുടെ സെയിം എക്സാക്ട് നമ്മുടെ OnePlus 9 Proയുടെ അതേ ബോക്സിംഗ് സ്റ്റൈൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത്. സോ നമുക്ക് അധികം വെച്ച് വൈകാതെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ നല്ലൊരു ബോക്സിംഗ് പാക്കേജ് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഗിസ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഇതൊരു ചൈന വേരിയൻറ്റ് സ്മാർട്ട് ഫോണാണ്. അതായത് ചൈനയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഗൈസ് ഫോൺ ജസ്റ്റ് താഴോട്ടൊന്ന് വീണ് പോയി. നമുക്ക് ആ ഒരു ഫോൺ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സോ നമുക്ക് ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഒരു കേസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കേസ്. നല്ല കട്ടിയുള്ളൊരു എന്താ പറയുക, ഒരു TPU അല്ല, നല്ലൊരു സിലിക്കൺ കേസ് തന്നെയാണ്. നെവർ സെറ്റിലിൻ്റെ ബ്രാൻഡിങ് തന്നിട്ടുള്ള നല്ലൊരു കേസ് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേസ് എനിക്ക് തോന്നുന്നു നമ്മുടെ OnePlus കഴിഞ്ഞ പ്രാവശ്യം ഞാൻ OnePlus 9Rൻ്റെ വേറൊരു കളർ അൺബോക്സ് ചെയ്ത സമയത്ത് ഈ കേസല്ല വേറൊരു കേസാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കിനി ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു ബ്ലാക്ക് കളർ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന്. സോ നെവർ സെറ്റിൽ എന്താ എഴുതിയിട്ട് താഴെയായിട്ട് ചെയ്തിട്ട് പിന്നും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൽ ചൈനീസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഒന്നും മൈൻഡ് ചെയ്യണ്ട, എനിക്ക് ചൈന വായിക്കാനൊന്നും അറിയത്തില്ല. കുറേ പേര് പറയുന്നുണ്ട് നിനക്ക് ചൈനീസൊക്കെ വായിക്കാൻ അറിയാമെന്നുണ്ടെന്ന്. സോ എനിക്ക് ചൈനയൊന്നും വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതെന്തോ ഒരു സംഭവമാണ്, നെവർ സെറ്റിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല സ്റ്റിക്കറാണ്. 9R എന്നൊക്കെ എഴുതി നെവർ സെറ്റിൽ OnePlusൻ്റെ ലോഗോ ഒക്കെ അടിച്ച് സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് മെയിൻലി ഈ ഒരു സ്മാർട്ട് ഫോൺ ബോക്സിൽ സ്റ്റിക്കർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ നല്ലൊരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നേരിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമോ നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ചാർജറും അതോടൊപ്പം ഒരു USB to Type-C കേബിളും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രമാത്രം തന്നെയാണ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ OnePlus 9R 5G ബ്ലാക്ക് കളർ വേരിയൻ്റ്. അപ്പം ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. ഇത് അസ്ട്രൽ ബ്ലാക്ക് ആണോ അതോ സ്റ്റെല്ലാർ ബ്ലാക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരാം ഇത് ഏത് കളറാണെന്ന്. സോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം ഇത് ഏത് കളറാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുഞ്ഞു സ്പെസിഫിക്കേഷൻസ്, അപ്പം ഇത് ഞാൻ മൊത്തത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാം. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി നോക്കാം. 189 ഗ്രാം വെയിറ്റാണ് വരുന്നത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നമുക്ക് അലൂമിനിയം ഫ്രെയിമാണ് ബാക്കിൽ തന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈഡ് ഭാഗങ്ങളും എല്ലാം നല്ലൊരു ബ്ലാക്ക് കളർ രീതിയുണ്ട്. നല്ല ഫിനിഷാണ് തന്നിരിക്കുന്നത്. അലർട്ട് സ്ലൈഡർ വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിലായിട്ട്. അതോടൊപ്പം നമുക്കൊരു പവർ കീ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി ഇനി സംസാരിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.55 ഇഞ്ചസിൻ്റെ ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും HDR 10+ സപ്പോർട്ടബിൾ ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ആൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. ഇതിനകത്ത് റൺ ആവുന്നത് നമുക്ക് കളർ ഓയിസ് ആണ്. അപ്പോൾ ഇന്ത്യയിലോട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ ഓക്സിജൻ ഓയിസ് ആണ് വരുന്നത്. സോ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ചൈനയിൽ ഇത് നമുക്ക് കളർ ഓയിസ്, അതായത് ഓപ്പോയുടെ കളർ ഓയിസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് 11 ആണ് കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൺ 870 5G ഒരു ചിപ്സെറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എൻ്റെ ലഭിക്കുന്ന ഈ ഒരു വേരിയൻറ്റ് 256 GB സ്റ്റോറേജും 12 GB റാമും UFS 3.1 സപ്പോർട്ടിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വരുന്നത് 48 മെഗാപിക്സൽ പ്ലസ് 16 5 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നമുക്ക് തരുന്നത്. സോ 4K to 60 fps വരെ നമുക്ക് മാക്സിമം ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് NFC-യുടെ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ റേഡിയോയുടെ സപ്പോർട്ട് ഇതിനകത്ത് കിട്ടുന്നില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇത് അസ്ട്രലും നമ്മുടെ അതോടൊപ്പം സ്റ്റെല്ലർ ബ്ലാക്ക് ഒന്നും അല്ല, ഇത് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. അതോടൊപ്പം ഇതിൻ്റെ ലേക്ക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ അവൈലബിൾ ആണ്. അതിൻ്റെ 2 അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ലേക്ക് ബ്ലൂ ആയിരുന്നു, അതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ കൂടുതൽ സുഹൃത്തുക്കൾക്കും ടെക്കി പോലത്തെ മിക്ക യൂട്യൂബേഴ്സും ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്, അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിലയിലേക്ക് കടക്കാം. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വില വരുന്നത് 39,999 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ആമസോൺ വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 256 GB അതോടൊപ്പം 12 GB റാം വേരിയൻറ്റ് വരുന്ന സ്മാർട്ട് ഫോണിന് 49,999, അതായത് നമ്മുടെ 44,000 രൂപ ആമസോൺ വഴി നിങ്ങൾക്ക് ഇത് മേടിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ അകത്ത് അലി എക്സ്പ്രസ്സിൽ $699, ബാങ്കോട്ടിൽ നമുക്ക് $699 തന്നെയാണ്. അപ്പോൾ 128 GB 8 GB റാമിന് വരുന്ന വില $649 ആണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ ദിസ് ഇസ് സാത്യൻ സൈനിങ്.